ഏകദേശം യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇറാനും ഇസ്രായേലിനെയും പിന്നോട്ടില്ലെന്ന് പറയുമ്പോൾ യുദ്ധം എത്ര നാളത്തേക്ക് നീളും? യുദ്ധം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യം, ഈ യുദ്ധം ഉടൻ അവസാനിക്കില്ല, നീണ്ടുപോകും എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഇപ്പോൾ തന്നെ മറ്റൊരു യുദ്ധത്തിലാണ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്, അത് ഞങ്ങൾ ഉടൻ സാധിക്കും. എന്തൊക്കെയാണ് 2 ലക്ഷ്യങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഹമാസിനെ നിർവീര്യമാക്കുക, ഇല്ലാതാക്കുക, ഹമാസിനെ നിശേഷം ഇല്ലാതാക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ഞങ്ങളുടെ ഇടയിൽ നിന്നും ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കുക. 21 മാസമായി യുദ്ധം തുടങ്ങിയിട്ട്. ഈ 21 മാസം കഴിഞ്ഞിട്ടും ഈ ഹമാസിനെ നിശേഷം ഇല്ലാതാക്കാനോ ഈ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാനോ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഈ ഭക്ഷണം വാങ്ങിക്കാനൊക്കെ ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട പിന്നെ ഈ അഭയാർത്ഥികൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഒരു ദിവസം 50ഉം 75ഉം 25ഉം ആളുകൾ നിരന്തരം ഇപ്പോൾ ഈ ദിവസം പോലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഗാസയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്രയും മനുഷ്യത്വരഹിതമായ ആക്രമണമാണ്. വംശഹത്യ എന്ന് വരെ അന്തർദേശീയ സ്ഥാപനങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെ, ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക സമിതികൾ, ഇതൊക്കെ തന്നെ ഇത് വംശഹത്യയാണ് നടക്കുന്നത്. അതായത് വളരെ ലോകത്തിന് പൊറുക്കാൻ കഴിയാത്ത ക്രിമിനൽ കുറ്റമാണ്, മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് നടക്കുന്നത്. അതാണ് വംശഹത്യ. ആ വംശഹത്യ എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനെതിരെ ഈ നെതന്യാഹുവിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിരോധ മന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ICC. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലാണ് പുതിയൊരു യുദ്ധം കൂടി തുടങ്ങിയിരിക്കുന്നത്. അത് എത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഈ പറഞ്ഞ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നോക്കുമ്പോഴും, ഇറാൻ മുമ്പുള്ള ഒരു ഈ ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലല്ല ഇറാനെ സഹായിച്ചിരുന്ന, ഇറാന്റെ പ്രോക്സി യുദ്ധം എന്നൊക്കെ പറയുന്ന നേരത്ത് സഹായിച്ചിരുന്ന ഹെസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒക്കെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിന്റെ ഫലമായി. അതുകൊണ്ട് തന്നെ ദുർബലമായി നിൽക്കുന്ന ഒരു രാജ്യമായി ഇപ്പോൾ നമുക്ക് ഇറാനെ കാണാൻ കഴിയും. കാരണം അവരെ സഹായിച്ചുകൊണ്ടിരുന്ന സിറിയയിൽ ഭരണമാറ്റം വന്നു. അപ്പൊ ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. പക്ഷെ ഇറാന്റെ സൈനിക ശക്തിയെ നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല, അതവരെ തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഈ പ്രതിരോധ കുട എന്ന് പറയുന്ന അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ടെല്ലവീവിലും ജെറൂസലേമിലും ചെന്ന് പതിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്തു കഴിഞ്ഞു. അവിടുത്തെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വലിയ നാശം സംഭവിച്ചു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഇസ്രായേല് പറത്തിയ F-16 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും അതിലൊരു വനിതാ പൈലറ്റിനെ അവർ അറസ്റ്റ് ചെയ്ത് അവരുടെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള വാർത്തകൾ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘർഷത്തിന്റെ ഒരു വളരെ അടുത്ത റൗണ്ടിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഇത് പോകും എന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ സംഘർഷം രൂക്ഷമായാൽ വളരെ വലിയ ആപത്തുണ്ടാകും. കാരണം ഈ നദാൻസ് പോലെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ, നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നൊക്കെ പറയുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഈ ബങ്കർ ബസ്റ്റർ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തികച്ചും ഈ കൺവെൻഷണൽ യുദ്ധം ഒരു ആണവ യുദ്ധമായി മാറും. അപ്പൊ അങ്ങനെയുള്ള അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകം ഇടപെട്ട് ഇല്ലെങ്കിൽ ഈ യുദ്ധം കുറക്കാലം കൂടി ഇങ്ങനെ നിൽക്കാനുള്ള സാധ്യതയാണ് നാം കാണുന്നത്. ലോകത്ത് എങ്ങനെയായിരിക്കും ഈ യുദ്ധം ബാധിക്കുന്നത്? നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലോകം 2 യുദ്ധങ്ങളുടെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് റഷ്യ-ഉക്രൈൻ യുദ്ധം, മറ്റൊന്ന് ഇസ്രായേൽ-പാലസ്തീൻ യുദ്ധം. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പ്രശ്നം നേരിടുന്നത് എണ്ണയുടെ കാര്യത്തിൽ നേരിടുന്നുണ്ട്, പ്രകൃതിവാതകത്തിന്റെ കാര്യത്തിൽ നേരിടുന്നുണ്ട്, ഭക്ഷ്യോൽപ്പന്നങ്ങളായിട്ടുള്ള ഗോതമ്പ്, ബാർലി മുതലായവയുടെ വിലക്കയറ്റത്തിലെ ലഭ്യതക്കുറവിലും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ സംഘർഷം തന്നെ ഒരു പക്ഷേ ആണവ യുദ്ധത്തിലേക്ക് പോയേക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കവെയാണ് ഈ പശ്ചിമേഷ്യയിലെ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ സംഘർഷമുണ്ടായത്. അതിന്റെ കെടുതികൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 2 യുദ്ധങ്ങളാൽ വലഞ്ഞു നിൽക്കുന്ന ലോകത്തിലേക്കാണ് പുതിയ 3ാമത്തെ ഒരു യുദ്ധം. അതും ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധം നടന്നിരിക്കുന്നു. ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത, ഈ യുദ്ധം രൂക്ഷമായാൽ ഈ എണ്ണ ഉൾപ്പെടെയുള്ള പ്രകൃതിവാദം ഉൾപ്പെടെയുള്ളവ കടത്തിക്കൊണ്ടുവരുന്ന ഈ ഹോർമുസ് കടലൊടുക്കും, ബാബൽ മാൻഡബ് കടലൊടുക്കും ഒക്കെ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പൊ ഈ തരത്തിൽ ലോകത്തിന്റെ സമാധാനത്തെയും സാമ്പത്തിക ഭദ്രതയും അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം.
ഒരു വളരെ വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏതൊക്കെ ഡയമെൻഷൻസിലേക്ക് അത് പോകും എന്ന് പറയാൻ കഴിയത്തില്ല. നിലവിൽ ഈ രാജ്യങ്ങളുടെ യുദ്ധങ്ങളിൽ മറ്റു ആരും പങ്കെടുത്തിട്ടില്ല. ആ പങ്കെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ ഇതങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഏതെല്ലാം തരത്തിൽ രൂപപ്പെട്ടു വരും എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് തീർത്ത് പറയാൻ കഴിയുന്ന കാര്യം, ലോക സമാധാനത്തെ അപകടപ്പെടുത്തുന്ന, ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ അപകടപ്പെടുത്തുന്നതാണ് ഈ യുദ്ധങ്ങളെല്ലാം. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇസ്രായേലും ഇറാനും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇസ്രായേലിനെ സർവ്വവിധ പിന്തുണയും നൽകി അമേരിക്ക നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പിന്തുണയും നൽകുന്ന രാജ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. അത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി മുതലായ രാജ്യങ്ങളും ഈ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ തന്നെയാണ്. എന്നാൽ അപ്പുറത്ത് ഇറാനെ ഇപ്പോൾ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും. റഷ്യക്ക് വാസ്തവത്തിൽ ഇതിനെ ഡയറക്റ്റ് ആയിട്ടൊന്നും ഇടപെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് റഷ്യ നിൽക്കുന്നത്. റഷ്യക്ക് ഈ ഡ്രോണുകൾ നൽകുന്ന രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ അങ്ങോട്ട് സഹായിച്ചു കിട്ടുന്ന രാജ്യമാണ്. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് റഷ്യക്ക് കാര്യമായി ഈ യുണൈറ്റഡ് നേഷൻ പോലെയുള്ള വേദികളിൽ വരുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായി പിന്തുണയ്ക്കാമെന്നുള്ളതല്ലാതെ സൈനികമായും മറ്റും സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ ചൈനയുടെ കാര്യം അതല്ല. ചൈനയും ഇറാനും തമ്മിൽ വളരെ വലിയ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. 25 വർഷം നീണ്ടു നിൽക്കുന്ന തന്ത്രപരമായ സഹകരണത്തിന്റെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ചബഹർ പോർട്ടിന്റെ ഒരു പോർട്ട് ഉൾപ്പെടെയുള്ള ഡെവലപ്മെന്റ് അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകളുടെയും ഹാർബറുകളുടെയും മറ്റും ഡെവലപ്മെന്റ് ഉണ്ട്, സാമ്പത്തിക സഹായമുണ്ട്, എണ്ണ ഖനനമുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ വളരെ വലിയ സഹകരണം ചൈനയും ഇറാനും തമ്മിലുണ്ട്. ഈ ഇറാന്റെ ഭാഗത്തുനിന്ന് കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ വാങ്ങിക്കുന്നത് ചൈനയാണ്. അപ്പൊ ആ തരത്തിലുള്ള സഹകരണം ഉണ്ടെങ്കിലും, സൈനികമായ ആയുധങ്ങൾ നൽകുന്നുണ്ടെങ്കിലും, അതിൻ്റെ അപ്പുറത്തൊട്ട് നേരിട്ട് വന്ന് ഈ കൂട്ടരെ സഹായിക്കുന്ന നിലപാട് ചൈനയും എടുക്കില്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ യുദ്ധം നടത്തുമ്പോൾ നമ്മൾ പറയും, യുദ്ധം നടത്തുന്ന ആൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് സഹകരിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ യുദ്ധം നമ്മൾ ഒറ്റയ്ക്ക് നടത്തിയത് എന്നതുപോലെ യുദ്ധം ഒറ്റയ്ക്ക് നടത്തേണ്ടി വരും. അതുകൊണ്ട് ഈ ഇസ്രായേലിന് തീർച്ചയായും മേൽക്കൈ ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് റഷ്യയോ ചൈനയോ ഒന്നും കാര്യമായി നേരിട്ട് വന്ന് സഹകരിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന തരത്തിലുള്ള ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഈ യുദ്ധത്തിൽ നേരിട്ട് ചൈനയും റഷ്യയും ഒന്നും പങ്കെടുക്കില്ല. എന്നാൽ അവർ പിന്നണിയിൽ നിന്നുകൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ഇറാന് നൽകുകയും ചെയ്യും.